പിന്നെ പ്രധാനപ്പെട്ട വേറൊരു കാര്യം പറയാനുണ്ട്. അവൾ മനഃപൂർവ്വം എടുക്കാത്തതാ. ഈശ്വര, ഗിരീഷിനെ പോലീസ് അറസ്റ്റ് ചെയ്തെന്നോ? എന്താ മോളെ കാര്യം? എന്തോ സംഘടനാ പ്രശ്നമാണത്രേ. ഗിരീഷേട്ടനെ സ്റ്റേഷനിൽ കൊണ്ടുപോയെന്നാ പറഞ്ഞു. അപ്പൊ ഇത് പോലീസിന് പറ്റിയ തെറ്റാ. ഗിരീഷ് ഒരിക്കലും ന്യായമില്ലാത്ത കാര്യം ചെയ്യുന്ന ആളല്ല. നീ നോക്കിക്കോ, ഗിരീഷിനെ ഉടനെ വിടും. പ്രതിപക്ഷ സംഘടനയല്ലേ അമ്മേ, അതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടും. ഇല്ലാത്ത വകുപ്പുകളൊക്കെ എഴുതി വെച്ച് എങ്ങനെയെങ്കിലും കേസിൽ പ്രതിയാക്കും. അത് നേരാ. ന്യായം നോക്കി ജീവിക്കുന്നവർക്കേ ഇപ്പൊ സമാധാനമായിട്ട് കഴിയാൻ പറ്റാത്ത അവസ്ഥയല്ലേ. എന്തായാലും വലിയ പ്രയാസമായി പോയി. ചന്ദ്രോത്ത് കുടുംബത്തിൽ എന്തെങ്കിലും പ്രശ്നം വരുമ്പോ മുമ്പിൽ നിന്ന് സമാധാനിപ്പിക്കുന്ന ആളാ ഗിരീഷ്. ആ ഗിരീഷിന് ഇങ്ങനെ വന്നു എന്ന് പറയുമ്പോ നല്ല വിഷമമുണ്ടാക്കുന്ന കാര്യ. ഇനിയിപ്പോ എന്തൊക്കെയാണാവോ ഉണ്ടാവാൻ പോവുക. പേടിക്കണ്ടമ്മേ, ദേവിക ഉണ്ടല്ലോ, ദേവിക ഇടപെട്ടോളും. MLA വിളിച്ചു പറഞ്ഞ ഏത് പോലീസിനും അനുസരിച്ചല്ലേ പറ്റൂ. അത് നേരാ. നീ ആ രജനി ഒന്ന് വിളിക്കേ, ഒന്ന് സമാധാനിപ്പിക്കേ. അവളിപ്പോ പേടിച്ചിരിക്കും. അല്ല, വരട്ടെ അമ്മേ, നമ്മളെ വിളിച്ചിനി വെറുതെ വെപ്രാളം കൂട്ടണ്ട. എന്നാൽ ആ കുടുംബത്തിൽ ഇത് എന്താ സംഭവിക്കുന്നത്? ഒന്നിനു പുറകെ ഒന്നായിട്ട് എപ്പോഴും പ്രശ്നങ്ങളാണല്ലോ. നല്ലൊരു പൂജ കഴിപ്പിക്കണം. എന്തിന് അമ്മ ഒന്ന് ചുമ്മാതിരുന്ന് അതിലും വിശ്വാസം കൊണ്ടിടുക? ഞാൻ സത്യ പറയണത്, കുടുംബത്തിലെല്ലാവർക്കും ഓരോ തരത്തില് പ്രശ്നങ്ങൾ വരികയാണെങ്കിൽ അതിന്റെ പുറകിൽ ദോഷം ഉണ്ടാവും. അത് തീർക്കണം. ഇതൊക്കെ ആരോട് പറയാം? ഇവർക്കൊക്കെ അത് വല്ലതും മനസ്സിലാവും. അധ്യാപക സംഘടനകൾ തമ്മിൽ സംഘർഷം. 5 അധ്യാപകർ പോലീസ് കസ്റ്റഡിയിൽ. രാമപുരത്തെ ടാഗോർ ഓഡിറ്റോറിയത്തിൽ നടന്ന അധ്യാപക സംഘടനാ പ്രതിനിധികളുടെ സമ്മേളന വേദിയിലാണ് സംഭവം അരങ്ങേറിയത്. സംഘടനാപരമായ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉയർന്നതും അത് ക്രമേണ സംഘർഷത്തിലേക്ക് വഴിമാറുകയും ചെയ്തുവെന്നാണ് കിട്ടുന്ന വിവരം. ഭരണഘടനാ സംഘടനകൾ അടിച്ചമർത്തൽ നയങ്ങൾക്കെതിരെ നിശബ്ദത പാലിക്കുന്നുവെന്ന് പ്രതിപക്ഷ സംഘടനാ പ്രതിനിധികൾ ആരോപണം ഉന്നയിച്ചതാണ് എതിർവിഭാഗത്തെ പ്രകോപിതരാക്കിയത്. പോലീസ് എത്തി രംഗം ശാന്തമാക്കി. പ്രതിപക്ഷ സംഘടനാ അനുകൂലികളായ സുദേവൻ, ഗിരീഷ്, ഇർഷാദ് എന്നിവരും ടീച്ചേഴ്സ് ഫോറത്തിന്റെ അഗസ്റ്റിൻ, ശ്രീകാന്ത് എന്നിവരുമാണ് പോലീസ് കസ്റ്റഡിയിലുള്ളത്. തുടർന്ന് പോലീസ് അവിടെ നിന്നും എല്ലാവരെയും പോലീസ് സ്റ്റേഷനിലാണല്ലോ. ലോ കോളേജ് സംഘർഷം. പോലീസ് കാവൽ ഏർപ്പെടുത്തി. സംഘടനാ പ്രവർത്തനത്തിൽ ഇതൊക്കെ സ്വാഭാവികമല്ലേ? അച്ഛാ, നമ്മളായിട്ട് എന്തെങ്കിലും ചെയ്യണ്ടേ? എന്തിന്? അതൊക്കെ അവരുടെ നേതാക്കൾ ഇടപെട്ട് തീർത്തോളൂ. ഓ, അച്ഛനും മോനെ ടിവി കണ്ട് രസിച്ചിരിക്കല്ലേ? ഗിരി പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരിക്കുക. ഞാൻ ദേവികയെ വിളിച്ചു, അവള് ഫോൺ എടുത്തില്ല. നീ ടെൻഷൻ ആവണ്ട, ഇതൊരു നിസ്സാര പ്രശ്നം. ദേവിക ഫോൺ എടുക്കാത്തത് എന്തെങ്കിലും തിരക്കുണ്ടാവും. അവൾക്ക് എന്ത് തിരക്ക്? ഞാനാ വിളിക്കുന്നേന്ന് അറിഞ്ഞിട്ട് മനഃപൂർവ്വം എടുക്കാത്തതാ. അത് ഞാൻ ചോദിക്കുന്നുണ്ട്. ചേച്ചി, ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയല്ലേ. എനിക്കിപ്പോ അതൊന്നും അല്ല പ്രധാനം. അച്ഛൻ, നമുക്ക് സ്റ്റേഷനിൽ പോവാം. ഗിരി എത്രയും പെട്ടെന്ന് ഇറക്കണം. മോളെ, ഇത് സംഘടനാ പ്രശ്നമാണ്. ഇതുപോലെ തർക്കങ്ങളും പ്രശ്നങ്ങളും ഉണ്ടായിട്ട് ഞാനും എത്രയോ പ്രാവശ്യം പോലീസ് സ്റ്റേഷനിൽ കയറിയിരിക്കുന്നു. ഇതിപ്പോ നമ്മളാരും വിളിച്ചു പറയാനോ ഇറക്കാനോ ഒന്നും പോണ്ട. അവരുടെ സംഘടനാ നേതൃത്വം ഇടപെടും. അവരുടൻ തന്നെ ഇറങ്ങും. അപ്പൊ അച്ഛൻ ഈ പ്രശ്നത്തിൽ ഇടപെടില്ല എന്നാണോ? മോളെ, ഞാൻ പറഞ്ഞില്ലേ, ഇത് അവരുടെ സംഘടന ഇടപെട്ട് തീർത്തോളും. ഓ, അങ്ങനെയാണല്ലേ. ശരി, അച്ഛനെ ന്യായം പറഞ്ഞെന്ന് തിരിയുന്ന എന്തിനാണെന്ന് എനിക്ക് മനസ്സിലായി. എന്താ? ഗിരി KDF കാരനല്ലേ? എതിർത്തത് അച്ഛന്റെ ആൾക്കാരും. അച്ഛന് പാർട്ടിക്കപ്പുറം വേറൊന്നും ഇല്ലല്ലോ. KDF കാരൻ 2 ദിവസം അകത്ത് കിടക്കട്ടെ എന്ന് കരുതിയിട്ടുണ്ടാവും. എന്തിനാ ചേച്ചി ഇങ്ങനെയൊക്കെ പറയുന്നേ? അവളോട് തർക്കിക്കാൻ പോണ്ട. ശരി, അങ്ങനെയെങ്കിൽ അങ്ങനെ. തീർന്നില്ലേ? തീർന്നില്ല. അച്ഛൻ മക്കളെയൊക്കെ 2 കണ്ണിലാ കാണുന്നത്. മോന്റെ ഭാര്യ ഒരു രീതിയില്, മോളുടെ ഭർത്താവിനെ മറ്റൊരു തരത്തില്. ഗിരിയുടെ സ്ഥാനത്ത് ദേവികയായിരുന്നെങ്കിൽ അച്ഛൻ എങ്ങനെയായിരിക്കും പ്രതികരിക്കുന്നത്? ഇനി ദേവികയല്ല, ഏത് ദേവേന്ദ്രനായാലും ശരി, ഈ സ്വഭാവത്തിലുള്ള പ്രശ്നങ്ങളിൽ ഞാൻ ഇങ്ങനെ പ്രതികരിക്കൂ. അത് നിനക്കും അറിയാം. എനിക്കെല്ലാം അറിയാം, എല്ലാം മനസ്സിലാവുന്നുണ്ട്.
ചേച്ചി നിന്നേ, ഞാനൊന്ന് പറയട്ടെ. പോടാ അവിടുന്ന്. അവൻ വലിയ സ്നേഹം കാണിക്കുന്നു. നീ ചേച്ചിക്കൊരു വില തന്നിരുന്നെങ്കില് നിന്റെ ഭാര്യ എന്റെ ഫോൺ വരുമ്പോ ഇങ്ങനെ അവഗണിക്കില്ലായിരുന്നു. ചേച്ചി, അച്ഛാ, ചേച്ചി പിണങ്ങിയ പോയിരിക്കുന്നേ. നീ അതൊന്നും മൈൻഡ് ചെയ്യട്ടെ. എനിക്ക് ഈ കാര്യത്തിൽ ഇടപെടാൻ പറ്റില്ല. അന്നദാനം കഴിഞ്ഞില്ലേ? ഒരുത്തൻ നോക്കാൻ പോയിട്ട് അവനെയും കാണുന്നില്ലല്ലോ. ആ, ദേവൻ വരുന്നു. അളിയാ, അന്നദാനം കഴിഞ്ഞതേ അവർ വരുന്നുണ്ട്. ഞാൻ വിചാരിച്ചതിലും നന്നായിട്ട് അന്നദാന ചടങ്ങ് കഴിഞ്ഞു. മനസ്സിന് വല്ലാത്ത തൃപ്തിയും സമാധാനവും തോന്നുന്നു. എനിക്കും വലിയൊരു ശാന്തത തോന്നുക. നല്ലതെന്തെങ്കിലും സംഭവിക്കുന്നൊരു തോന്നൽ. മീരമൊക്കെ ഈ ക്ഷേത്രം വലിയ പ്രിയമായിരുന്നു. പ്രഭയും കുട്ടി അവളിവിടെ വന്നിട്ടില്ലേ? പിന്നെ ഒരുപാട് തവണ. ആ, നമസ്കാരം പ്രൊഫസറെ. എന്താ നിനക്ക് വേണ്ടത്? ഒന്നും വേണ്ട, അന്നദാനം ഉണ്ടായിരുന്നല്ലോ, കഴിച്ചു. ആ, ഇതിന്റെ ടീച്ചറായിരുന്നടാ. ഒരുപാട് പാഠങ്ങൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഈ ടീച്ചറെ കണ്ടുമുട്ടിയില്ലായിരുന്നെങ്കിൽ ഇന്ന് ഞാൻ വേറെ ഞാനായി പോയേനെ. ടീച്ചറെ, സുഖാണല്ലോ അല്ലേ? സുഖം. ആ, അത് കേട്ടാ മതി. പ്രഭേ, ഇതാരാ? ഞാൻ പറഞ്ഞില്ലേ, ടീച്ചറുടെ ശിഷ്യനാ. അരുന്ധതിയുടെ മോൻ ഋഷിയ. കേട്ടോ അതിലെ പ്രഭാവതി ടീച്ചറെ സദാചാരത്തിന്റെ കാര്യത്തിൽ നമ്പർ 1. സദാചാര പോലീസുകാരുടെ DGP-യാ. പ്രേമം കണ്ടാ സഹിക്കില്ല. എനിക്ക് തോന്നുന്നത് ഇവർക്ക് ചെറുപ്പത്തിൽ പ്രേമിക്കാൻ സാധിച്ചിട്ടില്ലെന്നാ. അതിന്റെ ചുരുക്ക പ്രേമിക്കുന്നവരോട് തീർക്കുന്നത്. നീ എന്താ ആൾക്കാരെ വഴി തടഞ്ഞു നിർത്തി അപമാനിക്കുകയാണോ? മാറി നിക്ക്. ആഹാ, രാജവമ്പാലയുടെ കൂടെ നടന്നിട്ട് ഞാനൂലിനും വിഷം കിട്ടിയിട്ടുണ്ടല്ലോ. ദേ, ഈ കൂട്ടുകെട്ട് അത്ര നല്ലതല്ല. നിങ്ങളുടെ സ്വന്തം ഭർത്താവും മകളും ഇല്ലാതായതിന് മൂല കാരണം ഈ സ്ത്രീയല്ലേ? നിങ്ങളിപ്പോ അനാഥയെ പോലെയല്ലേ കഴിയുന്നേ? ഇതൊരു ദുഷ്ടജന്മോ. സ്നേഹം കൊണ്ട് പറയാ, ഇവരുമായിട്ട് എത്രയും അകലം പാലിക്കാമോ അത്രയും നിങ്ങളുടെ ജീവിതം സേഫാവും. നിങ്ങളോട് എന്തെങ്കിലും ദേഷ്യം വന്നാലേ ഇവർ കാറടിച്ചു കൊല്ലും. കാറടിപ്പിക്കാന്നുള്ളതാണ് ഇവരുടെ ഹോബി. നീ ആരായാലും കൊള്ളാം, സ്ത്രീകളെ വഴിയിൽ തടഞ്ഞു നിർത്തി അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ. അല്ല, എന്ത് ചെയ്യും? മൂക്കി വലിച്ചേറ്റുവോ? ഒന്ന് പോ പെണ്ണുമ്പിള്ളേ. ഋഷി, എന്നോടുള്ള ദേഷ്യത്തിൽ എന്റെ കൂട്ടുകാരി നീ ആക്ഷേപിക്കരുത്. എന്റെ കൂട്ടുകാരോട് നിങ്ങൾ എന്താ കാണിച്ചത്? രണ്ടു മനസ്സുകൾ സ്നേഹിച്ചാ അത് നിങ്ങൾക്ക് ഇഷ്ടമാവില്ല അല്ലേ? നിങ്ങളുടെ മകളുടെ പ്രേമം നടക്കാതിരിക്കാൻ നിങ്ങൾ എന്തൊക്കെയാ ചെയ്തത്? ഏതോ ജോലിക്കാരനെ കൊണ്ട് കെട്ടിച്ചു. അവളുടെ ജീവിതം താറുമാറായപ്പോ പഴയ ആളെ കൊണ്ട് തന്നെ കെട്ടിച്ചു. അതുകൊണ്ട് രക്ഷപ്പെട്ടു. മകൻ സ്നേഹിച്ച ദേവിക എന്ന പെണ്ണിനെ നിങ്ങൾ എങ്ങനെയൊക്കെ ഉപദ്രവിച്ചു? അവളെ ജോലിക്കാരിയാക്കി. മകന്റെ കൂട്ടുകാരന്റെ ഭാര്യയാക്കി കൊടുക്കാൻ കല്യാണം വരെ നടത്താൻ ശ്രമിച്ചില്ലേ? നിങ്ങളുടെ രാക്ഷസ മനസ്സുകൊണ്ടല്ലേ ഇവരുടെ മകൾ മീര കൊല്ലപ്പെട്ടത്? നിർത്താനോ? തുടങ്ങിയിട്ടേ ഉള്ളൂ. അവസാനിക്കണമെങ്കിൽ ഇവരുടെ അന്ത്യം കാണണം. എന്താടാ പറഞ്ഞേ? പറഞ്ഞത് കേട്ടില്ലേ? എന്റെ അമ്മയുടെ ഔദാര്യം കാരണമാ ഇവരിപ്പോഴും ജീവിച്ചിരിക്കുന്നത് തന്നെ. ഇവരുടെ മരുമകൾ തെരഞ്ഞെടുപ്പ് ജയിച്ചത് എന്റെ അമ്മ മനസ്സ് വെച്ചിട്ടാ. തിരഞ്ഞെടുപ്പിൽ ഇവരെ തോൽപ്പിക്കുമെന്ന് അമ്മ ശബ്ദം ചെയ്തിരുന്നു. ആ ശബ്ദം അമ്മ നിറവേറ്റി. നോക്കിക്കോ, ഇവരെന്റെ അമ്മയുടെ കാല് പിടിച്ച് കരയുന്ന ദിവസം വൈകാതെ വരും. ഇവര് മാത്രമല്ല,
ഇവരുടെ കുടുംബം മുഴുവൻ അമ്മയുടെ ഔദാര്യത്തിന് വേണ്ടി കരഞ്ഞപേക്ഷിക്കും. വലിയ ചന്ദ്രോത്തുകാര്. എന്റെ അമ്മയുടെ കമ്പനിയില് മോനും മരുമകളും ജോലി ചെയ്തു. അങ്ങനെയാ ചന്ദ്രോത്ത് അടുപ്പ് പുകഞ്ഞത്. ഈ കാണുന്ന തടിയില്ലേ ഞങ്ങളുടെ ചോറിന്റെ മെച്ചവാ. നിർത്തടാ. നിർത്തിയില്ലെങ്കിൽ ചന്ദ്രമതി 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 വിട്. തല്ലിയല്ലേ? ഇതിനും കൂടി ചേർത്ത് ഇവരെ കൊണ്ട് ഞാൻ സമാധാനം പറയിപ്പിച്ചോളാം. ഇന്ന് നീ ഇപ്പൊ തന്നെ ചോദിക്കടാ. ചന്ദ്രമതി പ്രഭേ വിട. പ്രഭേ വിടാൻ. എന്താടാ നിനക്ക് പറയാനുള്ളത്? പ്രഭേ വിട്. വാ ചന്ദ്രമതി വാ വിട്. വാ ഇങ്ങോട്ട് വാ. എടാ അവരിതിനെ തല്ലിട്ട് തല്ല് കിട്ടണമല്ലോ. മതി. പ്ലാൻ ചെയ്ത പോലെ കൃത്യമായിട്ട് കാര്യങ്ങൾ നടന്നു. മുഴുവൻ വിഷ്വൽസും കിട്ടിയല്ലോ. ആദ്യം മുതലോട്ട് എല്ലാം കിട്ടി. അച്ഛാ, അച്ഛനൊന്ന് ഇടപെടണമായിരുന്നു. എന്ത് ഇടപെടണമായിരുന്നു എന്ന്? അല്ല, ചേച്ചി ദേഷ്യത്തിലാ പോയിരിക്കുന്നേ. അച്ഛന്റെ സഹായം പ്രതീക്ഷയല്ലേ ഓടി വന്നത്? അതെ, സഹായം പ്രതീക്ഷിച്ചു വന്നു. പക്ഷേ എല്ലാ കാര്യങ്ങളും പ്രതീക്ഷിക്കുന്ന പോലെ നടക്കുമോ? ഞാൻ അവളോട് പറഞ്ഞതല്ലേ, ഇത് സംഘടനാ കാര്യങ്ങളാണ്, അത് അതിന്റെ രീതിക്ക് നടക്കത്തുള്ളൂ എന്ന്. അതൊക്കെ സംഘടനാ നേതാക്കൾ ഇടപെട്ടോളൂ. പക്ഷെ ചേച്ചി കരുതുന്നത് ഗിരീഷേട്ടൻ KDF-ന്റെ ആളായതുകൊണ്ടാ അച്ഛൻ ഇടപെടാത്തെന്ന്. അവൾ അങ്ങനെ വിചാരിച്ച എനിക്കെന്ത് ചെയ്യാൻ പറ്റും? ഗിരീഷിന്റെ പാർട്ടി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോഴും എതിർകക്ഷിയുടെ ആളാണെന്നുള്ള വിരോധം ഞാൻ കാണിച്ചിട്ടില്ല. രജനിക്ക് എന്നെ മനസ്സിലായിട്ടില്ല, പക്ഷെ ഗിരീഷിനറിയാം. അച്ഛാ, എന്താടാ? ചേച്ചിക്ക് ഒന്നാമതേ ദേവിയോട് വിരോധം. അതുകൊണ്ട് തന്നെ ഓരോ സംഭവങ്ങളും അതുമായിട്ട് കണക്ട് ചെയ്തായിരിക്കും ആലോചിക്കുന്നത്. ആലോചിക്കട്ടെ. കാര്യങ്ങൾ പറഞ്ഞിട്ട് മനസ്സിലായില്ലെങ്കിൽ പിന്നെ ഞാൻ എന്ത് ചെയ്യാനാ? അച്ഛാ, അച്ഛനൊന്ന് ഇടപെട്ട് ഗിരീഷേട്ടനെ ഒന്ന് ഹെൽപ്പ് ചെയ്തോടെ? നിനക്കും പറഞ്ഞാൽ മനസ്സിലാവില്ലേ? ഇത് സംഘടനാ തലത്തിൽ ഇടപെട്ട് തീരുമാനം എടുക്കേണ്ട കാര്യങ്ങളാ. നമ്മൾ ഉൾപ്പെടാൻ പോയാൽ കാര്യങ്ങൾ പ്രശ്നമാവും. അത് ശരിയാവില്ല, ശരിയുമല്ല. താങ്ക് യു. എന്നാ പിന്നെ അങ്ങനെ ചെയ്താൽ മതി. ആയിക്കോട്ടെ. രജന ചേച്ചി കുറെ വിളിച്ചിരിക്കുകയാണല്ലോ. എന്തോ അത്യാവശ്യമായിരിക്കും, അല്ലെങ്കിൽ ചേച്ചി ഇങ്ങനെ വിളിക്കില്ല. ഹലോ നന്ദു. എന്താ ദേവി, ചേച്ചി വിളിച്ചിട്ട് നീ എന്താ ഫോൺ എടുക്കാത്തെ? ചേച്ചിക്ക് നല്ല വിഷമമുണ്ട്. നന്ദു, ഞാൻ വളരെ പ്രധാനപ്പെട്ട ഒരു മീറ്റിംഗിലായിരുന്നു. ഫോൺ സൈലന്റിലിട്ടിരുന്നു. മീറ്റിംഗ് കഴിഞ്ഞ് നോക്കിയപ്പോ മിസ് കോള് കണ്ടു. ചേച്ചിയെ തിരിച്ചു വിളിക്കാൻ തുടങ്ങുമ്പോഴാ നന്ദുന്റെ കോൾ ഇങ്ങോട്ട് വന്നേ. ചേച്ചി എന്തായാലും നല്ല ദേഷ്യത്തിലാ. ഞാൻ എന്തായാലും ചേച്ചിയെ വിളിച്ചോളാം. അതുപോട്ടെ, കാര്യം എന്താ? ഗിരീഷേട്ടൻ പോലീസ് കസ്റ്റഡിയിലാ. അയ്യോ, എന്തു പറ്റി നന്ദു? ഒരു സംഘടനാ വഴക്കാ. അതിന്റെ തർക്കത്തില് എന്തോ ബലപ്രയോഗമൊക്കെ നടന്നു. SIയോട് പറഞ്ഞ് ഗിരീഷേട്ടനെ ഇറക്കാൻ വേണ്ടിട്ടാ നിന്നെ വിളിച്ചത്. നീ ഒന്ന് ഹെൽപ്പ് ചെയ്യണം. അച്ഛനെന്തോ ഇതത്ര സീരിയസ് ആയിട്ട് കാണുന്നില്ല. രാഷ്ട്രീയം എന്നൊക്കെ പറഞ്ഞ് നിസ്സാരമായിട്ട് കാണുക. വാസ്തവത്തിൽ ഇതത്ര സീരിയസ് ആയിട്ട് എടുക്കേണ്ട കാര്യമൊന്നുമില്ല. ഏതായാലും ഞാൻ വേണ്ടത് ചെയ്യാം. ഒട്ടും ടെൻഷൻ വേണ്ടെന്ന് രജന ചേച്ചി വിളിച്ച് പറഞ്ഞേക്ക്. ശരി ദേവി, പ്രശ്നമൊന്നും ഉണ്ടാവാത്ത രീതിയിൽ കാര്യങ്ങളൊന്ന് സോൾവ് ചെയ്യണം. ഗിരീഷേട്ടനെ ഇപ്പൊ ഇറക്കേണ്ടത് നമ്മുടെ കടമയാ. നന്ദു പേടിക്കണ്ട. എന്തായാലും ന്യായം ഗിരീഷേട്ടന്റെ ഭാഗത്തായിരിക്കുമെന്ന് ഉറപ്പാ. അതുകൊണ്ട് തന്നെ വഴിവിട്ട് എന്തെങ്കിലും ഔദാര്യം ചെയ്യാണെന്നുള്ള പേടി വേണ്ട. ഞാൻ വിളിക്കാം. ശരി. മാഡം, കളക്ടറുമായിട്ട് ഒരു മീറ്റിംഗ് പറഞ്ഞിരുന്നു. ടൈം ആയോ? ആയി മാഡം. ആ, അപ്പൊ നമുക്ക് ഇറങ്ങാം. ശരി മാഡം. ഒന്നും അല്ലമ്മേ, അവളിപ്പോ വലിയ MLA കളിക്കുവാ. അവളെ MLA ആക്കിയതേ എന്റെ അച്ഛൻ സിദ്ധാർത്ഥൻ ചന്ദ്രോത്ത. സ്ഥാനം കിട്ടിയപ്പോ അവള് ലോകം കീഴടക്കിയ ഭാവത്തില. നാട് മറന്നാലും മൂട് മറക്കാൻ പാടില്ല എന്നല്ലമ്മേ. അവള് പക്ഷേ അവളെ തന്നെ മറന്നു. MLA അല്ലേ മോളെ, എന്തെങ്കിലും മീറ്റിംഗിലായിരിക്കും. എത്ര വലിയ മീറ്റിംഗ് ആയാലും ശരി, മൊബൈല് കയ്യിൽ കാണുമല്ലോ. ശരീരത്തിൽ ഒരു അവയവം പോലെ അവൾക്ക് മൊബൈല് എപ്പോഴും കൂടെ കാണും. ശരി, ഇനി വാദത്തിന് വേണ്ടി
അപ്പൊ മീറ്റിംഗിലായിരുന്നു എന്ന് സമ്മതിക്കാം. എന്റെ നമ്പർ അവിടെ നിന്ന് മാഞ്ഞൊന്നും പോയില്ലല്ലോ. ഫോണിൽ കാണില്ലേ? ഞാൻ വിളിച്ചിട്ട് എത്ര നേരമായി? മീറ്റിംഗ് എപ്പോഴേ കഴിഞ്ഞു കാണും. എന്റെ കോള് കണ്ടിട്ട് ഇങ്ങോട്ട് തിരിച്ചു വിളിക്കാലോ. അവള് വിളിക്കില്ലമ്മേ. എനിക്ക് അങ്ങനെയൊന്നും തോന്നുന്നില്ല മോളെ. പ്രായത്തിനേക്കാൾ കൂടുതൽ വിവേകത്വവും ഗുരുത്വവും ഒക്കെ ഉള്ള ആളായിട്ടാ ദേവികയെ ഞാൻ കാണുന്നത്. ആ, അതാ അവളുടെ മറ്റൊരു മിടുക്ക്. പെരുമാറ്റത്തില് ആരെയും വീഴ്ത്തിക്കളയും. അങ്ങനെയല്ലേ ഞാനും കുറെ കാലം അവളെ തലയിലെടുത്ത് വെച്ചിരുന്നത്. ഇപ്പൊ ആളെ പിടികിട്ടി. ഇനി നിർത്തി. ഗിരിയുടെ കാര്യമായതുകൊണ്ടാ ഞാൻ ഗതികെട്ട് വിളിച്ചത്. പോലീസ് സ്റ്റേഷനിലിപ്പോ ഗിരി എന്തവസ്ഥയിലായിരിക്കും? അമ്മ അറിഞ്ഞിട്ടുണ്ടാവില്ലേ? അമ്മ എന്നെ വിളിച്ചില്ലല്ലോ. അന്നദാനം കഴിഞ്ഞ് എത്തിക്കാണില്ല. വൃത്തികെട്ടവൻ. എനിക്കവനെ കൊല്ലാനാ തോന്നിയത്. അമ്മയുടെ പ്രായമുള്ള ഒരു സ്ത്രീയെ വഴിയിൽ തടഞ്ഞു നിർത്തിയിട്ട് അവന്റെ ഒരു ഷോ കാണിക്കല്. ചന്ദ്രോത്തുകാരെ കൊണ്ട് അവന്റെ അമ്മയുടെ കാല് പിടിപ്പിക്കോ അത്ര. അരുന്ധതിയുടെ ഔദാര്യത്തിലാണ് പോലും ചന്ദ്രോത്തുകാർ ആഹാരം കഴിക്കുന്നത്. അവൻ എന്തൊക്കെയാ പറഞ്ഞ് അപമാനിച്ചത്? നിനക്കെങ്ങനെയാ ഒന്നും പ്രതികരിക്കാതെ കേട്ടു നിൽക്കാൻ തോന്നിയേ? പഴയ പ്രഭാവതിയായിരുന്നെങ്കിൽ അവനിപ്പോ ജീവനോടെ തിരിച്ചു പോവില്ലായിരുന്നു. ഇന്നിപ്പോ എനിക്ക് പ്രധാനം പ്രതികാരമോ പകരം ചോദിക്കലോ ഒന്നുമല്ല, എന്റെ കുടുംബത്തിന്റെ സമാധാനമോ. നീ പറഞ്ഞ നേരാ. ഇതുപോലൊരവസരത്തിൽ പഴയ പ്രഭാവതി പ്രതികരിക്കുന്നത് ഇങ്ങനെയായിരിക്കില്ല. അവൻ തിരിച്ചു പോവില്ല ഇവിടുന്ന്. പക്ഷേ ഞാൻ പുതിയ പ്രഭാവതിയാ. ജീവിതം എന്നെ ഒരുപാട് പാഠങ്ങൾ പഠിപ്പിച്ചു ചന്ദ്രമതി. ആ പാഠങ്ങളാ തല്ലാനും കൊല്ലാനും മടിയില്ലാത്ത പഴയ പ്രഭാവതിയെ ഏത് ആക്ഷേപവും കൈയും കെട്ടിനിന്ന് കേൾക്കുന്ന പുതിയ പ്രഭാവതിയാക്കിയത്. വെള്ളം വെള്ളം സർവത്ര, തുള്ളി കുടിക്കാനില്ലത്രേ എന്ന് കവിതയിൽ പറയുന്ന പോലായിരുന്നു ചന്ദ്രോത്ത്. അവിടെ എല്ലാം ഉണ്ടായിരുന്നു: പണം, പ്രതാപം, പദവി. പക്ഷെ ഒന്നു മാത്രമില്ല, മനസമാധാനം. രജനിയുടെ ആദ്യ വിവാഹത്തോട് തന്നെ ആകെ താളം തെറ്റി. പിന്നെ ഒന്നിനു പിറകെ ഒന്നായി നടന്ന സംഭവങ്ങൾ നിനക്കും അറിയാലോ. അവസാനം വീട് വരെ നഷ്ടപ്പെട്ട് പാണ്ഡവരെ പോലെ അജ്ഞാതവാസമായിരുന്നു. താമസത്തിനൊരിടം കിട്ടാൻ അലഞ്ഞു. ഇഷ്ടപ്പെട്ട വിഭവങ്ങൾ സ്വപ്നത്തിൽ മാത്രമായി. സിദ്ധു ജയിലിലായി. അവസാനം ദാ നഷ്ടപ്പെട്ടതെല്ലാം സാമ്രാജ്യം ഉൾപ്പെടെ തിരിച്ചു പിടിച്ചിരിക്കുന്നു. ദേവിക MLA ആയി, നന്ദനും ജോലിയായി. തിരിച്ചു വന്ന ഒന്നും വീണ്ടും നഷ്ടപ്പെടുത്താൻ വയ്യ ചന്ദ്രമതി. ഞാൻ അപമാനിക്കപ്പെട്ടാലും എനിക്ക് വിഷയമില്ല. എന്റെ കുടുംബത്തിന്റെ സമാധാനം ഇല്ലാതാവരുത്. ഇന്ന് ആ ഋഷി എന്നെ അവഹേളിച്ചുകൊണ്ടിരുന്നപ്പോ എന്റെ നിയന്ത്രണം വിട്ടുപോകരുതേ എന്നുള്ള പ്രാർത്ഥനയിലായിരുന്നു ഞാൻ. എന്നെക്കൊണ്ട് പ്രതികരിപ്പിക്കുക എന്നുള്ളതായിരുന്നു അവന്റെയും ലക്ഷ്യം. അതിലവൻ തോറ്റു. എനിക്ക് മനസ്സിലാവും പ്രഭേ, നിന്റെ തീരുമാനം തന്നെ ശരി. ഇതൊരു വലിയ തർക്കത്തിലേക്ക് പോയാൽ നന്ദനും സിദ്ധുവും ഒക്കെ അറിയും. എനിക്ക് വേണ്ടി പകരം ചോദിക്കാൻ അവരിറങ്ങും. ചന്ദ്രോത്ത് വീണ്ടും പകയുടെ ദിവസങ്ങൾ തുടങ്ങും. ഒന്നും വേണ്ട ചന്ദ്രമതി. ഇപ്പോഴത്തെ സന്തോഷവും സമാധാനവും കൈവിട്ട് കളയാൻ വയ്യ. അതുകൊണ്ട് നിന്നോട് ഞാൻ അപേക്ഷിക്കുക, ഇന്ന് സംഭവിച്ച കാര്യങ്ങൾ ഒരു സാഹചര്യത്തിലും നന്ദനോ സിദ്ധുവോ ദേവികയോ ഒന്നും അറിയരുത്. ഇല്ല പ്രഭേ, നീ പറഞ്ഞതൊക്കെ സത്യ. സമാധാനമുള്ള ജീവിതം തന്നെയാ വിജയിച്ച ജീവിതം. ഞാൻ ആരെ അറിയിക്കില്ല. ഇനി ചന്ദ്രോത്ത് പ്രശ്നങ്ങളൊന്നും വേണ്ട. നമുക്ക് പോവാം. മാഡം, ഞാൻ
താങ്കൾ കസ്റ്റഡിയിലെടുത്തിരിക്കുന്ന ഗിരീഷിന്റെ അറസ്റ്റ് ഡീറ്റെയിൽസ് അറിയാനാണ് ഞാൻ വന്നിരിക്കുന്നത്. അധ്യാപക സംഘടനകൾ തമ്മിലുള്ള സംഘർഷത്തെ തുടർന്നാണ് ഗിരീഷ് ഉൾപ്പെടെയുള്ളവരെ കസ്റ്റഡിയിലെടുത്തത്. നേതാക്കൾ തമ്മിൽ ചർച്ച നടക്കുകയാണ്. ഇതുവരെ എഫ്ഐആർ ഇട്ടിട്ടില്ല. ഇരുകൂട്ടരും പരാതി പിൻവലിക്കുകയാണെങ്കിൽ എല്ലാവരെയും വിട്ടയക്കും മാഡം. ഗിരീഷിനെതിരെ പരാതി എന്തെങ്കിലും ഉണ്ടോ? അല്ലെങ്കിൽ കസ്റ്റഡിയിലെടുക്കാൻ വ്യക്തമായ കാരണങ്ങൾ എന്താ? മാഡം, ഇത് അവരുടെ സംഘടനകൾ തമ്മിലുള്ള തർക്കമാണ്. മാഡം ഇതിൽ ഇടപെടാതിരിക്കുന്നതാണ് നല്ലത്. എന്റെ മണ്ഡലത്തിൽ നടക്കുന്ന അതിക്രമങ്ങളിൽ MLA ഇടപെടും. എന്റെ അന്വേഷണത്തിൽ ഗിരീഷിനെ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത് നിയമവിരുദ്ധമായിട്ടാണെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. അദ്ദേഹത്തെ വിട്ടയക്കണം. മാഡം, ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ.